ഹായ്, എൻ്റെ പേര് സൂരജ്. ഞാൻ ഈ ചാനൽ ഇതുവരെ ഫോട്ടോഗ്രാഫി വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ഒരു ചേഞ്ചിന് ഞാൻ സിനിമകളെ പറ്റി സംസാരിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഞാൻ പുതിയൊരു സീരീസ് തന്നെ തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ പേരാണ് ഞാൻ കഴിഞ്ഞ മാസം കണ്ടത്. ഈ സീരീസിൽ ഞാൻ ഒരു മാസം കണ്ട സിനിമ, സീരീസ്, എല്ലാ ടൈപ്പ് കോണ്ടൻറ്റിനെയും പറ്റി എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഈ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഈ എപ്പിസോഡ് സ്പെഷ്യലാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം കണ്ട എല്ലാ സിനിമകളും സീരീസിനെ പറ്റി പറയാൻ പോകുന്നു. ശരിക്കും ഞാനിത് സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം കണ്ട സിനിമകളെ പറ്റി പറയാൻ മാത്രമായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ ആദ്യം കരുതിയത് ഏകദേശം ഒരു 50-60 സിനിമകൾ എന്തായാലും ഞാൻ കണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് ഞാൻ ലിസ്റ്റ് എഴുതി തുടങ്ങിയപ്പോഴാണ് ഇത് വലിയൊരു നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എനിക്ക് തോന്നി ഞാൻ അത്യാവശ്യം സിനിമ കാണുന്ന ഒരാളാണ്, ഇതൊരു മാസം തോറും ഉള്ളൊരു സീരീസ് ആക്കുവാണെങ്കിൽ നല്ലൊരു കോണ്ടൻറ്റ് ആയിരിക്കുമെന്ന്. പിന്നെ എന്ത് അഭിപ്രായം പറയാനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണല്ലോ യൂട്യൂബ്. ഇനി ഞാൻ കഴിഞ്ഞ വർഷം കണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നു. ഈ ലിസ്റ്റിലുള്ളതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും തീരെ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള സിനിമകൾ മാത്രമേ ഞാൻ അഭിപ്രായം പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പേര് വായിച്ചു പോകത്തേ ഉള്ളൂ. അതുമാത്രമല്ല, ഞാൻ ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതിയത്, കാരണം കണ്ട ഓർഡർ എനിക്ക് ഓർമ്മയില്ല. അടുത്ത വർഷവും ഈ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റെഡി. 1, ആസ്ട്രോയിഡ് സിറ്റി. കഴിഞ്ഞ വർഷമാണ് ഞാൻ വെസ് ആൻഡേഴ്സൺ ആരാണെന്ന് പുള്ളിക്കാരൻ്റെ സിനിമകൾ കാണാൻ തുടങ്ങിയത്. അതിൽ മൂന്നാമത് കണ്ടതാണ് ആസ്ട്രോയിഡ് സിറ്റി. നല്ല യുണീക്കായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് പുള്ളിക്കാരൻ്റെത്. ഫോട്ടോഗ്രാഫിയുടെ എല്ലാ റൂൾസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്, റൂൾ ഓഫ് തേർഡ്, ആ ഒരു ഗോൾഡൻ സ്പൈർ എല്ലാം കറക്റ്റായിട്ട് അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസിനുണ്ട്. പിന്നെ അമേരിക്കൻ സ്നൈപ്പർ, എയർ, ഏലിയൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ റിഡ്ലി സ്കോട്ട്. നല്ലൊരു ത്രില്ലറാണ്. ഞാൻ 1-2 സ്ഥലങ്ങൾ നന്നായിട്ട് പേടിച്ച് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. അടുത്തത് 1001 നുണകൾ. ഡയറക്റ്റഡ് ബൈ താമർ KV. ഞാൻ കഴിഞ്ഞ വർഷം കണ്ടാൽ വൺ ഓഫ് ദി ബെസ്റ്റ് മലയാള സിനിമയാണ്. സോണി ലീവിലാണ് അത് റിലീസായത്. നിങ്ങൾക്ക് എയർടെൽ സിം ഉണ്ടെങ്കിൽ എയർടെൽ എക്സ്ട്രീം വഴിയും കാണാം. കഥ ഇതാണ്: ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് കുറച്ച് ഫാമിലീസ് ഒത്തുചേരുന്നു. അവരുടെ പാർട്ട്ണറിനോട് പറഞ്ഞ ചെറുതും വലുതായിട്ടുള്ള കള്ളങ്ങൾ അവർ റിവീൽ ചെയ്യുന്നൊരു ഗെയിം കളിക്കുന്നു. വളരെ ചെറിയൊരു കഥയാണെങ്കിലും ഒരുപാട് എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഫ്രഷ് ആയിട്ട് തോന്നി സിനിമ. പിന്നെ ബാർബേറിയൻ, ബാർബി, കസീനോ, കോറലൈൻ നല്ലൊരു അനിമേറ്റഡ് ഹൊറർ മൂവിയാണ്. ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെങ്കിലും അഡൾട്ട്സിനാണ് ശരിക്കും ഇത് മനസ്സിലാവുന്നത് എന്താണ് ഈ സിനിമയെന്ന്. ഒരുപാട് ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ക്രീഡ് 1, ക്രീഡ് 2, ക്രീഡ് 3. റോക്കി യൂണിവേഴ്സിൽ റോക്കിക്ക് ശേഷം, റോക്കി 1-ന് ശേഷം ഞാൻ കണ്ടത് ക്രീഡ് 1, ക്രീഡ് 2, ക്രീഡ് 3 ആണ്. ക്രീഡ് 1ഉം 2ഉം വളരെ നല്ല സിനിമയാണ്. ക്രീഡ് 3 ആണ് ഒരു മീഡിയോക്കറായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ക്രീഡ് 1ൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി, ആ ലോങ് ഷോട്ടിലുള്ള ഫൈറ്റ്സും. കഥ ഒരു ക്ലീഷയാണെങ്കിലും മേക്കിംഗ് അടിപൊളിയായിരുന്നു. പക്ഷേ ക്രീഡ് 2-ൽ വന്നപ്പം ആ ഒരു സിനിമാറ്റോഗ്രഫി അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തില്ല. ക്രീഡ് 2-ൽ നല്ലൊരു കഥയുണ്ടായിരുന്നു. പിന്നെ ചക്ക് ദ ഇന്ത്യ, CET ഓൺ സ്ട്രൈക്ക്, അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. നമ്മളെ CETയിലെ പിള്ളേരെല്ലാവരും ചേർന്ന് ചെയ്ത സിനിമയാണ്. യൂട്യൂബിലുണ്ട് പാർട്ട് 1, പാർട്ട് 2 ആയിട്ട്. പിന്നെ ക്യാപ്റ്റൻ ഫിലിപ്സ്, ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ്, ഡൈ ഹാർട്ട് കൂറപ്പടമായിരുന്നു. ഡെവിൽ വെയർ പ്രാഡ നല്ലൊരു സിനിമയാണ്. ഈവിൾ ഡെഡ് റൈസ്, എക്സ്ട്രാക്ഷൻ 2 നല്ലൊരു അടിപ്പടം. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ആക്ഷൻസൊക്കെ ഒരുപാട് എൻഗേജിങ് ആയിരുന്നു. പക്ഷേ സ്റ്റോറി ഒരു ക്ലീഷ സാധനമായിരുന്നു. പിന്നെ എസ്കേപ്പ് റൂം 2. എസ്കേപ്പ് റൂം 2019 റിലീസായ എസ്കേപ്പ് റൂമാണ് ഞാൻ കണ്ടത്. സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ എസ്കേപ്പ് റൂമൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഇക്വലൈസർ 1, ഇക്വലൈസർ 2, ഇക്വലൈസർ 3 മൂന്നും അത്യാവശ്യം നല്ല സിനിമയാണ്. ഫസ്റ്റാണ് ഇത് കമ്പാരിറ്റീവ്ലി നല്ലൊരു സിനിമ. 2ഉം 3ഉം ഓക്കെയാണ്. ആക്ഷൻസൊക്കെ നല്ല വെറൈറ്റി ആയിരുന്നു. പിന്നെ ഫാസ്റ്റ് എക്സ് എനിക്ക് ബോറടിച്ച് ഞാൻ ഫുൾ പകുതി സ്കിപ്പ് ചെയ്താണ് കണ്ടത്. ആക്ഷൻസും എല്ലാം കണ്ടു മടുത്ത്. പിന്നെ ഗ്രാൻഡ് ബൂഡാപെസ്റ്റ് ഹോട്ടൽ, അതും വെസ് ആൻഡേഴ്സൺ സിനിമയാണ്, രസമായിരുന്നു. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 3 ഷീ ഹൾക്കിന് ശേഷം ഞാൻ കണ്ടൊരു മാർവൽ കോണ്ടൻ്റാണ്. ജെയിംസ് ഗണ്ണും പഴയൊരു ടീമൊക്കെ ഒന്നിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു സിനിമ. പിന്നെ ഗുഡ് വിൽ ഹണ്ടിങ് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. ഹെയറാം നല്ലൊരു സിനിമ. ഹോട്ട് ഫസ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയായിട്ട് മാറി. പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്റിംഗ് തന്നെയാണ്. പടം തുടങ്ങിയത് തൊട്ട് തന്നെ അങ്ങോട്ടൊരു പറക്കലാണ്. നല്ല ഫാസ്റ്റായിരുന്നു. സ്റ്റോറി ആണെങ്കിൽ നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്ത് എഡ്ഗർ റൈറ്റാണ്. ബേബി ഡ്രൈവർ ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരനാണ്. ഹോട്ട് ഫസ് കഥയെന്ന് പറയുന്നത് വളരെ സത്യസന്ധനും കഠിനാധ്വാനിയുമായിട്ടൊരു പോലീസ് ഓഫീസർ, ഒരുപാട് ക്രൈംസ് സോൾവ് ചെയ്യുന്നൊരു പോലീസ് ഓഫീസർ പെട്ടെന്നൊരു ക്രൈം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരുപാട് മിസ്റ്ററി സംഭവങ്ങളൊക്കെയാണ്. നല്ല എൻഗേജിങ് ആയിട്ടും റീവാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ്. കാരണം ക്ലൈമാക്സിനെ പറ്റി സിനിമയുടെ ആദ്യമേ തന്നെ ഒരു മെൻഷൻ ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഐൽ ഓഫ് ഡോഗ്സ്, ഹിറ്റ്മാൻ, ഇന്ത്യൻ, ജോൺ വിക്ക് 4 ഞാൻ തിയേറ്ററിൽ കണ്ട് നല്ലൊരു സിനിമ.
ജിഗർദണ്ഡ, ജയിലർ, ജവാൻ ഒരു കണ്ണൂർ സ്ക്വാഡ്, ലയർ, ലിറ്റിൽ മിസ് സൺഷൈൻ, ലേഡി ബേർഡ്, ലഗാൻ, ലിയോ, ലാസ്റ്റ് നൈറ്റ് അറ്റ് സോഹോ ഡയറക്റ്റ് ചെയ്ത എഡ്ഗർ റൈറ്റ് ആണ്. പുള്ളിക്കാരൻ്റെ സിനിമയിൽ ഞാൻ കണ്ടതിൽ ഒരു തീരെ ഇഷ്ടപ്പെടാത്തത് എനിക്ക് ലാസ്റ്റ് നൈറ്റ് അറ്റ് സോഹോയാണ്. ഒരു ഹൊറർ ഫാൻറ്റസിയാണ് പിടിച്ചത്, പക്ഷേ എന്തോ എനിക്കത്ര പിടിച്ചില്ല. ലാമ്പ് കഴിഞ്ഞ വർഷങ്ങളുടെ ഏറ്റവും കൂറപ്പടത് ലാമ്പായിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് അതിനെ വലിച്ചഴച്ചൊരു സിനിമയാക്കി എന്ത് സംഭവിക്കും, അതാണ് ലാമ്പ്. പിന്നെ മേഘൻ, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, വിനീത് ശ്രീനിവാസൻ്റെ പുതിയൊരു സംഭവം, നല്ലൊരു സിനിമയാണ് അത്. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വെച്ച് കളിച്ചതൊക്കെ എനിക്കൊരു ഇഷ്ടപ്പെട്ട്. പിന്നെ മാവീരൻ, ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയായി. പിന്നെ മിസ്സിങ്, നല്ല എൻഗേജിങ് ആയിരുന്നു. ഗൂഗിളൊക്കെ ഉപയോഗിച്ച് ഒരാളെ കണ്ടുപിടിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ മിഷൻ ഇമ്പോസിബിൾ 7, മൈറ്റി ഡക്സ്, മാഞ്ചസ്റ്റർ ബൈ ദ സീ, അത് എനിക്ക് ഇമോഷണലി എന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തൊരു സിനിമയാണ്. മാഞ്ചസ്റ്റർ ബൈ ദ സീ. കേസി ആഫ്ലിക്കാണ് നായകൻ. ഒരു ഡിപ്രസിങ് ആയിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് തുടങ്ങി എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ അവസ്ഥയിലായത് എന്നൊക്കെയാണ് സിനിമയിൽ കാണുന്നത്. ഈ സിനിമ ഒറ്റയ്ക്കിരുന്ന് കാണാതിരിക്കാൻ നോക്കുക. ആക്ടിങ് ആയാലും അതിൻ്റെ കഥയായാലും എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കണക്ഷൻ തോന്നും. പിന്നെ മൈ ഫ്രണ്ട് ടൊറ്റോറോ, നോ ഹാർഡ് ഫീലിംഗ്, പിന്നെ നൈറ്റ് ക്രോളർ. ഞാൻ ആദ്യം കയറി ഇത് ഡയറക്റ്റ് ചെയ്ത് ഡേവിഡ് ഫിഞ്ചർ ആണെന്നാണ്, പക്ഷേ അല്ല. കാരണം ഡേവിഡ് ഫിഞ്ചറിൻ്റെ സിനിമയിൽ കാണുന്നൊരു പ്രത്യേക ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. എന്താ പറയുക, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനിമയാണ് നൈറ്റ് ക്രോളർ. പിന്നെ നൻപകൽ നേരത്ത് മയക്കം, നല്ലൊരു സിനിമ. നേര് തിയേറ്ററിൽ പോയി കണ്ട് നല്ലൊരു സിനിമ. നെയ്മർ, നാഷണൽ ട്രഷർ, പിന്നെ ഓപ്പൻഹൈമർ. കഴിഞ്ഞ വർഷം കണ്ട ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഓപ്പൻഹൈമർ. പ്രത്യേകിച്ച് ലിഡ്വിഡ് ഗോറൻസൻ്റെ മ്യൂസിക് ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ കണ്ടതും കേട്ടതും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓപ്പൻഹൈമർ എന്തെന്ന് വെച്ചാൽ 3 മണിക്കൂർ സയൻറ്റിസ്റ്റും പൊളിറ്റീഷ്യൻസും പരസ്പരം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഇടയ്ക്കൊരു ബോംബ് പൊട്ട്. എനിക്ക് ഒരുപാട് എൻഗേജിങ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ക്രിസ്റ്റഫർ നോളൻ്റെ ആ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം കൊണ്ട് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ഞാൻ ഒരിക്കൽ കണ്ട്, അതിനുശേഷം ഡിജിറ്റൽ റിലീസ് അപ്പോൾ ഞാൻ വീണ്ടും കണ്ട്, കാരണം ഐമാക്സിൻ്റെ ആസ്പെക്ട് റേഷ്യോയ്ക്ക് വേണ്ടി. പിന്നെ ഓർഫൻ, പത്താൻ ഒരു ആവറേജ് ആയിരുന്നു. പൊന്നിയിൻ സെൽവൻ 1 ഞാൻ റീവാച്ച് ചെയ്ത്. പൊന്നിയിൻ സെൽവൻ 2, പുസ് ഇൻ ബൂട്ട്സ് 2 നല്ലൊരു അനിമേറ്റഡ് സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വില്ലൻ ഒരു രക്ഷയില്ല. പ്രിൻസസ് ഡയറി, പ്രോജക്റ്റ് ഐസ്മാൻ, പുരുഷപ്രേതം, കഴിഞ്ഞ വർഷം കണ്ട മറ്റൊരു നല്ലൊരു മലയാള സിനിമ. അതിൻ്റെ ഒരു അവതരണ രീതി തന്നെ ഒരുപാട് സ്പെഷ്യലായിരുന്നു. അവർ സ്ലോ മോഷനൊക്കെ ഉപയോഗിക്കുന്ന രീതിയും മാസ സീനൊക്കെ എടുത്ത രീതിയൊക്കെ നല്ല രസമായിരുന്നു. അതിൻ്റെ കഥ തന്നെ ഒരുപാട് യുണീക്കായിരുന്നു. പിന്നെ പ്ലെയിൻ, പോർതൊഴിൽ, റൺ ഹൈറ്റ് ഫൈറ്റ്, റോക്കറ്ററി, റെയിൻമാൻ, രോമാഞ്ച് ഞാൻ തിയേറ്ററിൽ കണ്ട് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കണ്ട് ചിരിച്ചൊരു സിനിമ രോമാഞ്ചം തന്നെയാണ്. പിന്നെ RDX നല്ലൊരു അടിപ്പടം, സൂപ്പർ ബാഡ്. പിന്നെ ശിവാജി ഞാൻ റീവാച്ച് ചെയ്ത്, ഉള്ള കാര്യം പറയാമല്ല, കോമഡിയൊക്കെ നല്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ സൈലൻസ് ഓഫ് ദി ലാമ്പ്, കുറച്ച് ഡിസ്റ്റർബിങ് സീനുണ്ട്, പക്ഷെ നല്ലൊരു ത്രില്ലറാണ്. സിക്സ്ത് സെൻസ്, സൂപ്പർ മാരിയോ, സെർച്ചിങ്. മലയാളത്തിലെ CS ഒന്നുമില്ല. ആ സിനിമ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം സിനിമ ഫുൾ നടക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഒരു മൊബൈൽ സ്ക്രീനിലോ ഒക്കെയാണ്. നല്ല രസമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സക്കർ പഞ്ച്, സ്വദേശ്, സിസു, ഷോൺ ഓഫ് ദി ഡെഡ്, സ്കോട്ട് പിൽഗ്രം ഒരു യുണീക്ക് പടമായിരുന്നു. അതും ഡയറക്റ്റ് ചെയ്തത് എഡ്ഗർ റൈറ്റ് ആണ്. പിന്നെ സുലൈഖ മൻസിൽ കാണാൻ അത്ര എൻഗേജിംഗ് ഒന്നും അല്ല, പക്ഷേ പാട്ടൊക്കെ നൈസായിരുന്നു. സിക്കാരിയോ നല്ലൊരു ത്രില്ലർ. ഡെനി വില്ലനു പുള്ളിക്കാരനാണ് ഡയറക്റ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ആ ഒരു കാറിൻ്റെ അകത്തു നിന്നുള്ളൊരു ആക്ഷൻ ഒരുപാട് ഫിലിം മേക്കേഴ്സൊക്കെ ഒരുപാട് എടുത്ത് പറയുന്ന ഒരു സാധനമാണ്. പിന്നെ സ്മൈൽ നല്ലൊരു ഹൊറർ പടം. സീക്രട്ട് പോയിറ്റ് സൊസൈറ്റി, സുസുമെ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട അനിമേ പടം. ഡയറക്റ്റഡ് ബൈ മക്കോട്ടോ ഷിൻകെ ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനാണ് യുവർ നെയിം, വിതറിംഗ് വിത്ത് യു ഒക്കെ ഡയറക്റ്റ് ചെയ്തത്. പിന്നെ സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് നല്ല പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട്. നല്ല RGB പ്രൊജക്ഷനുള്ള ഏരീസ് തന്നെ പോയി കണ്ട്. പിന്നെ 2001 A Space Odyssey. പിന്നെ 21 Jump Street നല്ലൊരു കോമഡി പടം. 300 നല്ലൊരു ആക്ഷൻ പടം. 2018 ദ ബിഗ് ഷോട്ട്, ഈ 2008 ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ പറ്റിയുള്ള സിനിമയാണ്. ദ മെയ്സ് റണ്ണർ, ദ വെയിൽ, ബ്രണ്ടൻ ഫേസറിൻ്റെ അടിപൊളി പെർഫോമൻസ്. ദ മെനു നല്ലൊരു സിനിമ. ദ വിച്ച് പാർട്ട് 1, ദ വേൾഡ്സ് എൻഡ്. ഇത് മറ്റൊരു എഡ്ഗർ റൈറ്റ് മാസ്റ്റർ പീസ്. ഞാൻ ഈ സിനിമ ഇടയ്ക്കിടയ്ക്ക് റീവാച്ച് ചെയ്യും. പ്രത്യേകിച്ച് ഗോവയിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പം ഒരു തവണ കണ്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ആ ഒരു കഥ പറയുന്ന രീതിയൊക്കെ നല്ല രസമാണ്. സിനിമയുടെ കഥയെന്ന് പറയുന്നത് 5 ഫ്രണ്ട്സ് അവർ ഹൈസ്കൂളിൽ വെച്ച് ഒരു ചലഞ്ച് വെച്ച് കുറേ ബാറിൽ പോയി വെള്ളം അടിക്കണമെന്ന്. അതിനുശേഷം ഒരു ഫാമിലി മാനൊക്കെ ആയതിനു ശേഷം ആ ചലഞ്ച് വീണ്ടും ഏറ്റെടുക്കുന്നതാണ്. പിന്നീട് സിനിമ ഒരു വേറൊരു ഡയറക്ഷനിലോട്ട് പോകും. നല്ലൊരു രസമാണ്. ട്രെയിലറോ സമ്മറിയോ ഒന്നും വായിക്കാതെ പോയി കാണേണ്ട ഒരു സിനിമയാണ്.
അത് കഴിഞ്ഞ് ദ ഗുഡ്, ദ ബാഡ്, ദി അഗ്ലി, സെർജിയോ ലിയോണി ഡയറക്റ്റ് ചെയ്ത് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഒരു അടിപൊളി പടമാണ് ദ ഗുഡ്, ദ ബാഡ്, ദി അഗ്ലി. ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് ഇമാതിരി രോമാഞ്ചം വന്നിട്ട് കുറേ കാലമായി. ഇതൊരു ഇറ്റാലിയൻ വെസ്റ്റേൺ സിനിമയാണ്. അതിനെ വെസ്റ്റേൺ സ്പഗേഡി എന്നും പറയും. അതായത് ഇറ്റാലിയൻസ് അഭിനയിക്കുന്ന ഒരു കൗബോയ് സിനിമ ഒരുപാട് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് എൻഗേജിങ് ആണ്. ചില സ്ഥലത്തൊക്കെ നല്ലൊരു ഇഴച്ചിലുണ്ട്, പക്ഷേ പിന്നീട് അത് ഒരുപാട് എൻഗേജിങ് ആയിരുന്നു. പിന്നെ ദ ലിങ്കൺ ലോയർ, ടണൽ, ടോക്ക് ടു മീ, കുറേ കാലത്തിന് ശേഷം കണ്ട നല്ലൊരു ഹൊറർ പടം. ഒരുപാട് പേടിക്കുന്ന സീൻസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇറ്റ് പാർട്ട് 1 ശേഷം ഒരുപാട് കണ്ട് പേടിച്ചൊരു സിനിമയാണ്. ഹൊറർ മൂവി ഞാൻ വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. കഴിഞ്ഞ വർഷം മാത്രം ഞാൻ ഏകദേശം 3-4 ഹൊറർ പടം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ വാരിസ് സിനിമ ഏകദേശം 2.25 മണിക്കൂറുണ്ടായിരുന്നു. പകുതിയും സ്കിപ്പ് ചെയ്യാനുള്ള സാധനങ്ങളായിരുന്നു. ഞാൻ 1.5 മണിക്കൂറിനകത്ത് കണ്ടു തീർത്ത്. പിന്നെ വോയിസ് ഓഫ് സത്യനാഥൻ, റാഫി ഡയറക്റ്റ് ചെയ്ത് ദിലീപ് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച സിനിമ. കുറേ കോമഡിയൊക്കെ എനിക്ക് വർക്കൗട്ടായി. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ലിസ്റ്റ് കറക്റ്റാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 107 സിനിമകൾ കണ്ട്. ഈ 107 എന്ന് പറയുന്നത് ഒരു ഏകദേശം നമ്പറാണ്. ഇതിൽ നിന്ന് 3 കൂടാനും 3 കുറയാനും സാധ്യതയുണ്ട്. മിക്ക സിനിമകളും എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടെന്ന് തോന്നിയതാണ്. പിന്നെ എൻ്റെ വാച്ച് ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, എൻ്റെ റീസൈക്കിൾ ബിൻ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഞാൻ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മാറ്റി നോക്കിയപ്പോഴാണ് എനിക്ക് 107 നമ്പർ കിട്ടിയത്. അടുത്തത് സീരീസിനെ പറ്റി. 107 സിനിമകൾ മാത്രമല്ല, ഏകദേശം 26 സീരീസും ഞാൻ കണ്ടു. ഈ ലിസ്റ്റിൽ 1-2 TV ഷോസും ഉണ്ട്. ഞാൻ കണ്ട സീരീസ് ഇതൊക്കെയാണ്. കോബ്ര കായ്, അടിപൊളി സാധനം. കോബ്ര കായ് സീസൺ 1 യൂട്യൂബിലുണ്ട്. അതിൻ്റെ ഒരുപാട് തവണ എനിക്ക് റെക്കമെൻഡേഷൻ വന്നിരുന്നു. പിന്നെ കാണാം എന്നൊക്കെ മാറ്റി വെച്ച് പിന്നീട് ഒരു ദിവസം ഒരു എപ്പിസോഡ് കണ്ടു. പിന്നെ ആ മാസം ഇരുന്ന് ബാക്കിയുള്ള 5 സീസണുകൾ ഞാൻ കണ്ടു തീർത്ത്. ഇനി അതിൽ ഒരു സീസണും കൂടി വരാനുണ്ട്. എനിക്ക് അതും കൂടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിട്ട് കോബ്ര കായ് മാറും. 80s 70s വന്ന ദ കരാട്ടെ കിഡ് ട്രിലോജി ഉണ്ട്. ആ 3 സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ സീരീസിലെയും മെയിൻ ക്യാരക്ടേഴ്സ്. ഒരുപാട് എൻഗേജിങ് ആയിട്ടുള്ള സീരീസാണ്. നല്ലൊരു ആക്ഷൻ സീൻസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് നല്ല രസമാണ്, നല്ല ഫാസ്റ്റാണ്. ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന സീരീസാണ്. പിന്നെ ക്ലാസ് ഓഫ് O7, ഷപ്പേൽ ഷോ ഒരു TV ഷോയാണ്. ദേവ് ഷപ്പേലാണ് ഇതിലെ ആങ്കർ. പുള്ളിക്കാരൻ്റെ ഷോ തന്നെയാണിത്. പുള്ളിക്കാരൻ്റെ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയൊരു ഷോയാണ്. പിന്നെ ക്ലാർസൺസ് ഫാം 2021 ആമസോണിൽ റിലീസായ ഒരു ഷോയാണ് ക്ലാർസൺസ് ഫാം. ടോപ്പ് ഗിയറിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ജെറമി ക്ലാർസൺ. പുള്ളിക്കാരൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് കൃഷി ചെയ്ത് ജീവിക്കുന്നത് കാണിക്കുന്ന ഒരു സീരീസാണിത്. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കോമഡീസ് ഉണ്ട്. ഓരോ എപ്പിസോഡിലും പുതിയ പ്രശ്നങ്ങൾ വരെയും അത് സോൾവ് ചെയ്യാൻ നോക്കിയൊക്കെയാണ് ഈ സീരീസിൽ കാണുന്നത്. സീസൺ 2 ആയാലും അതുപോലെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ്, പക്ഷെ നല്ല രസമായിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഷോയാണിത്. പിന്നെ ഞാൻ ദാമർ കണ്ടു, ഫർസി, ജാക്ക് റയൻ സീസൺ 3, ജുജുത്സു കൈസൻ. ഞാൻ ശരിക്കും ജുജുത്സു കൈസൻ സിനിമ കണ്ടതിന് ശേഷമാണ് ഈ സീരീസ് കണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ജൂറി ഡ്യൂട്ടി ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് തന്നെയാണ് ജൂറി ഡ്യൂട്ടി. ഇതൊരു റിയാലിറ്റി ഷോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെയിൻ ക്യാരക്ടർ വിട്ട് ബാക്കി എല്ലാവരും ആക്ടേഴ്സാണ്. ഒരു ജൂറി ഡ്യൂട്ടിക്ക് വേണ്ടി വന്ന ഒരു കൂട്ടം ആൾക്കാർ. പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ അറിയത്തില്ല ഇത് റിയാലിറ്റി ഷോ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് രസമായിട്ടുള്ള പല സിറ്റുവേഷൻസും ഈ സീരീസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന സീരീസാണ്. പിന്നെ കേരള ക്രൈം ഫയൽസ് നല്ലൊരു സീരീസാണ്, നല്ല എൻഗേജിങ് ആണ്. അതിനുശേഷം ലോസ്റ്റ്. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം കണ്ട സീരീസാണ് ലോസ്റ്റ്. കഴിഞ്ഞ വർഷം ലോസ്റ്റ് പോലെ ബെഞ്ച് വാച്ച് ചെയ്ത വേറെ സീരീസ് ഇല്ല. ഓരോ എപ്പിസോഡും കൊണ്ട് നിർത്തുന്നൊരു പോയിൻ്റ്, അത് അടുത്ത എപ്പിസോഡ് ഇപ്പോൾ തന്നെ കാണണമെന്ന് തോന്നിക്കുന്ന ഒരു സാധനമുണ്ട്. 5 സീസണോ 6 സീസണോ എന്തോ ഉണ്ട്. ഞാൻ അത് ഫുള്ളും കണ്ട് തീർത്തു. എനിക്കതിൻ്റെ എൻഡിങ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ആ പോയിന്റിന് മുമ്പ് വരെ ഇത് വൺ ഓഫ് എ കൈൻഡ് സീരീസ് തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ട് അടുത്ത എപ്പിസോഡും കാണാൻ തോന്നുവാണെങ്കിൽ മിക്കവാറും ഇത് ഫുള്ളും കണ്ടു തീർക്കാൻ എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ലോക്കി, ഷീഹൾക്കിന് ശേഷം ഞാൻ കണ്ട ഒരു സീരീസാണിത്. ഒരുപാട് റിവ്യൂവേഴ്സൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മൂവി, ഇതൊരു കൊറിയൻ സീരീസാണ്, ഹോട്ട്സ്റ്റാറിൽ വന്നത്. അടിപൊളി സാധനം. പിന്നെ മൈൻഡ് ഹണ്ടർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഫിഞ്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത ഈ സീരീസിനുണ്ട്. പുള്ളിക്കാരൻ്റെ സോഡിയാക്ക് പോലെ ഇതും ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് എൻഗേജിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മോഡേൺ ലവ് ചെന്നൈയിലെ അവസാനത്തെ എപ്പിസോഡ് ത്യാഗരാജ കുമാരരാജ ഡയറക്റ്റ് ചെയ്ത അവസാനത്തെ ആ ഒരു എൻഡിങ്ങും നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ വൺ പീസ്
ഞാൻ വൺ പീസ് അനിമേ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് വൺ പീസിൻ്റെ ഒരു കോണ്ടൻറ്റ് കാണുന്നത്. നെറ്റ്ഫ്ലിക്സിലെ സീരീസ് എനിക്കിഷ്ടപ്പെട്ട്. RRRൻ്റെ ഒരു കുറേ സംഭവങ്ങൾ ഇതിലുള്ളത് പോലെ തോന്നി. പിന്നെ ഒൺലി മർഡറേഴ്സ് ഇൻ ദ ബിൽഡിംഗ് സീസൺ 3, സീസൺ 1ഉം 2 എനിക്ക് ഓരോ ഇഷ്ടപ്പെട്ടു. സീസൺ 3യും എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എൻഡിങ്ങും നല്ല രസമാണ്. സീസൺ 4 ഉണ്ട്. പിന്നെ പീക്കി ബ്ലൈൻഡേഴ്സ് സീസൺ 6. എൻ്റെ കോളേജ് ഫൈനൽ ഇയറിലാണ് സീസൺ 6 റിലീസാവുന്നത്. അന്ന് ഞാൻ ഇത് കാണാൻ നോക്കിയായിരുന്നു, പക്ഷേ എന്തോ ആദ്യത്തെ കുറച്ച് നേരം കണ്ടപ്പോൾ തന്നെ നല്ല ബോറായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പോഴും കാണുമെന്ന് കരുതി മാറ്റിവെച്ച്. അവസാനം ഓപ്പൺഹൈമർ കണ്ടതിന് ശേഷം കിലിയൻ മെർഫിയുടെ പെർഫോമൻസ് കണ്ണ് തള്ളിയിട്ടാണ് പീക്കി ബ്ലൈൻഡേഴ്സ് സീസൺ 6 കൂടി കാണുമെന്ന് കരുതിയത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല സീരീസാണ്. എൻ്റെ അറിവിൽ ഇതാണ് അവസാനത്തെ പീക്കി ബ്ലൈൻഡേഴ്സ് സീസൺ. ഇനി ഒരു സിനിമയും കൂടി വരും. അതോടെ തോമസ് ഷെൽബിയുടെ കഥ കംപ്ലീറ്റ് ആവുമെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ റോക്കറ്റ് ബോയ്സ് അടിപൊളി സീരീസ്. പിന്നെ സെറ്റ്സ് എഡ്യൂക്കേഷൻ ഓക്കെ ആയിരുന്നു. സീസൺ 3 വരെ കമ്പയർ ചെയ്യുമ്പം സീസൺ 4 നല്ല റഷായിരുന്നു. ഇതായിരുന്നു സീരീസിൻ്റെ ഫൈനൽ സീസൺ. എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പല ക്യാരക്ടേഴ്സിന് ആർക്ക് അത്ര കംപ്ലീറ്റ് ആയതുപോലെ തോന്നിയില്ല. പ്രത്യേകിച്ച് ഓട്ടിസിൻ്റെയും റൂബിയുടെയൊക്കെ ക്യാരക്ടറാക്ക് എന്തോ എവിടെ വെച്ച് മതിയാക്കിയതുപോലെ. എന്നാൽ മെയ്വ്, എയ്മി, ആഡം ഇവരെയൊക്കെ ക്യാരക്ടർ ആർക്ക് നന്നായിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദ ലാസ്റ്റ് ഓഫ് അസ് ഗെയിം ഞാൻ കട്ട് സീൻസ് കണ്ടിട്ടുണ്ട്. So is that everything you hoped for? Jury's still out. But man, can't deny that view. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഫസ്റ്റിലും സെക്കൻഡിലും ആ ഒരു ഗെയിം വെച്ച് കമ്പയർ ചെയ്യുമ്പം സീരീസ് അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു HBO സീരീസാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിലവാരം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ദ ബെയർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീവാച്ച് ചെയ്യാൻ പോകുന്ന സീരീസ് ആയിരിക്കും ദ ബെയർ. കാരണം അതിൻ്റെ എഡിറ്റിംഗ് തന്നെയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ സീരീസിൻ്റെ ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ക്യാരക്ടേഴ്സും നല്ല രസമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്റിംഗ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് അണ്ടർ ദ ബാനർ ഓഫ് ഹെവൻ, വാദന്തി, ഹൂസ് യുവർ ഗൈനാക്, അവസാനം വെൽക്കം ടു വ്രെക്സം ഒരു ഡോക്യുമെൻ്ററി TV ഷോയാണ്. റയൻ റെയ്നോൾഡ്സും റോബ് മാക്കിൽഹേനി സ്പോൺസർ ചെയ്ത ഒരു ഫുട്ബോൾ ക്ലബിനെ പറ്റിയിട്ടുള്ള ഒരു സീരീസാണിത്. നല്ല എൻ്റർടൈനിങ് ആയിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയൊരു സീരീസാണിത്. സോ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വർഷം കണ്ട സിനിമകളും സീരീസ്. ഇനി തൊട്ട് എല്ലാ മാസവും ഞാൻ കഴിഞ്ഞ മാസം കണ്ടത് എന്ന സീരീസിൻ്റെ ഓരോ എപ്പിസോഡ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ കോണ്ടൻറ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.